നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. നമ്മളിപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയ സമയത്ത് എല്ലാവരും ഓരോ റെസൊല്യൂഷൻസ് എടുക്കുന്നുണ്ട് അല്ലേ. സോ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് എന്തൊക്കെ റെസൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കൊരു 5 കാര്യങ്ങൾ അവരെ നമുക്ക് പഠിപ്പിച്ചെടുക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 5 കാര്യത്തിൽ ഫസ്റ്റ് വൺ ഞാൻ പറയുന്നത് ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മിക്ക കുഞ്ഞുങ്ങളും ഐ കോണ്ടാക്റ്റ് കൊടുത്ത് സംസാരിക്കുന്നത് കുറവായിരിക്കും. നമുക്ക് തന്നെ അറിയാം, വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ അല്ലെങ്കിൽ ആരെങ്കിലും പേര് ചോദിക്കുവാണെങ്കിലോ കുഞ്ഞുമക്കൾ എന്താ ചെയ്യുന്നത്, ഉടനെ പോയി റൂമിൽ പോയി ഒളിച്ചിരിക്കും അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് നിൽക്കും, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കുഞ്ഞിലേ മുതലേ തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടി ഐ കോണ്ടാക്റ്റ് കൊടുത്ത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ ശീലിപ്പിച്ച് എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഫിയറിനെ പറ്റിയിട്ടാണ്, അതായത് പേടി. അത് നമ്മൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു ഫിയർ കൂടാതെ ഫ്രണ്ട്സിനോടായിക്കോട്ടെ, ചില കുട്ടികൾക്ക് ഫ്രണ്ട്സിനോട് കൂടി കളിക്കാനും മിങ്കിൾ ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ഒക്കെ ഭയങ്കരമായിട്ട് പേടി അല്ലെങ്കിൽ ഒരു അകൽച്ച നമുക്ക് കണ്ടുവരുന്നുണ്ട്. സോ അത് നമ്മൾ മാറ്റാനായിട്ട് ട്രൈ ചെയ്യുക. ഫിയർ മാറ്റി നല്ല കോൺഫിഡൻസോടു കൂടി ഫ്രണ്ട്സുമായിട്ടാണെങ്കിലും വേറൊരു അതർ പേഴ്സണുമായിട്ടാണെങ്കിലും സംസാരിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് അവരുടെ നിലപാടിൽ നിലകൊള്ളുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് ഒരു മോശമായ ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ അത് മോശമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ആ ഒരു ഫ്രണ്ടിൻ്റെ കൂടി നിൽക്കാനായിട്ട് പാടില്ല. നമുക്കത് തെറ്റാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ തെറ്റാണ്, സോ ഞാൻ അതിലില്ല എന്നുള്ളൊരു ഒപ്പീനിയൻ, ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. അടുത്തതായിട്ട് നോ പറയുക എന്നുള്ളത്, ഇതൊരു ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മിക്കപ്പോഴും നോ പറയുക എന്നുള്ളത് മടിക്കുന്ന ഒരു അഡൽട്ട്സ് ആയിരുന്നാൽ കൂടിയും മടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. സോ നോക്കാം എന്നുള്ളൊരു ലെവലിൽ നമ്മൾ പറയുമായിരിക്കാം. പക്ഷേ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് ശീലിപ്പിക്കണം എന്നുള്ളതാണ്. അത് കുഞ്ഞിലേ മുതലേ അങ്ങനത്തെ ഉള്ളൊരു കാര്യം നമ്മൾ കുഞ്ഞുമക്കളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മോശമായ ഒരു പ്രവൃത്തിയാണ് ഫ്രണ്ടിൽ നിന്നും ഉള്ളത്, ആ ഫ്രണ്ടിനോട് കൂടി നിൽക്കണം, സോ അതിൽ എഗ്രി ചെയ്ത് നമ്മൾ നിൽക്കണം എന്നുള്ളതില്ല. നമ്മൾ ഇപ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിനോട് തന്നെ തെറ്റാണ്, അത് ചെയ്യുന്നത് പാടില്ല എന്നുള്ളത് നമ്മൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ ആ ഒരു നോ എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക എന്നുള്ളത്. അടുത്ത 5ാമത്തെ ഒരു കാര്യമാണ് മാതാപിതാക്കളുടെ താങ്ങ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, ഇപ്പോൾ എല്ലാ വർക്കിംഗ് പാരൻസ് ആണെങ്കിലും കുഞ്ഞുങ്ങളോട് കൂടി ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് വളരെയധികം കുറവായിരിക്കും. പക്ഷേ ഈ ഒരു മാതാപിതാക്കളുടെ താങ്ങ് എന്ന് പറയുന്ന കാര്യം കുഞ്ഞുങ്ങൾക്ക് ആ ഒരു മനസ്സിൽ തോന്നണമെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, പാരൻസ് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് കീപ്പ് ചെയ്യണം. സോ എന്നാൽ മാത്രമേ അവർക്ക് ഏതൊരു കാര്യവും അച്ഛനമ്മയോടും കൂടി പറയാനായിട്ട് അവർക്ക് ധൈര്യം വരികയുള്ളൂ. മാത്രമേ ടീനേജൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിലും കുറേയേറെ പ്രോബ്ലംസ് ചിലപ്പോൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനത്തെ പല രീതിയിലുള്ള പ്രോബ്ലംസ്, അത് ഏത് രീതിയിലുള്ള പ്രോബ്ലംസ് ആണെങ്കിലും അത് നമ്മൾ മാതാപിതാക്കളോട് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയധികം ഫ്രണ്ട്ലി ആയിട്ട് കുഞ്ഞുങ്ങളോട് പെരുമാറണം. എല്ലാ ടൈമും നമ്മൾ എല്ലാ കാര്യം എസ് പറഞ്ഞു കൊടുക്കണം എന്നല്ല, പക്ഷേ നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കുറച്ച് ടൈം ഡെയിലി ഒരു 1 hour എങ്കിലും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അവരോട് കാര്യങ്ങൾ ചോദിക്കുക. നമ്മൾ ചോദിക്കുന്ന മിക്കപ്പോഴും സ്കൂളിൽ എന്തൊക്കെ പഠിപ്പിച്ചു അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ് ടീച്ചർ ഹോംവർക്ക് തന്നത് എന്നൊക്കെ കാര്യങ്ങളായിരിക്കും. പക്ഷെ അതിലുപരി അവർക്കുള്ള മെൻറ്റൽ ആ ഒരു സ്റ്റേറ്റസിനെ പറ്റിയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി മാത്രമേ അവർ പറയുകയുള്ളൂ. സോ ഈ ഒരു മാതാപിതാക്കളുടെ പ്രസൻസ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ പാരൻസ് എത്രത്തോളം കുഞ്ഞുങ്ങളിൽ അങ്ങോട്ട് കൊടുക്കുന്നുവോ ആ രീതിയിൽ തന്നെയായിരിക്കും അവർ തിരിച്ചും നമുക്ക് തരുന്നതും. സോ ഈ ഒരു 5 കാര്യങ്ങളാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ ഈ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.